ദൈവികമായ വാഗ്ദത്തങ്ങൾ അനുകൂലമായി നിന്നിട്ടും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടും ശോഭിക്കാൻ കഴിയാതെ ഭാവിയുടെ മേൽ, നിങ്ങളുടെ നന്മകളുടെ മേൽ ഇരുള് മൂടിക്കിടക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്നൊരു ദൂത് പറയുകയാണ്. നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയാതെ, പ്രകാശിക്കാൻ കഴിയാതെ, നിങ്ങളുടെ നന്മകളുടെ മുകളിൽ, വാഗ്ദത്തങ്ങളുടെ മുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ പ്രകാശിക്കും. ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ തുടക്കവാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു. അതിൻ്റെ അകത്ത് അടങ്ങിക്കിടന്ന ഭൂമിയെയും ഭൂമിയിലുണ്ടായിരുന്ന സർവ ദൈവികമായ ദൈവനിർമ്മിതമായ നന്മകളെയും പുറത്തു കൊണ്ടുവന്നതുപോലെ പരിശുദ്ധ ആത്മാവ് ഇരുളു മൂടിപ്പോയ നിങ്ങളുടെ പ്രകാശത്തെ, അല്ല, നിങ്ങളുടെ നന്മകളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ശാലോം സന്ദേശത്തിൽ ഇന്ന് കർത്താവ് അങ്ങനെ ഒരു ദൂതാണ് കൽപ്പിക്കുന്നത്. നിങ്ങൾ ശോഭിക്കണം, നിങ്ങളുടെ പ്രകാശം പുറത്തു വരണം. ദൈവം അത് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി സാധ്യതകളുണ്ട്, ഒത്തിരി കഴിവുകളുണ്ട്, പലതും കൈവശമായിട്ടുണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഒരുപാട് പേര് നിരാശയിൽ കഴിയുകയാണ്, ഒരുപാട് പേര് മുന്നോട്ട് പോകാൻ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നു. ഈ സാഹചര്യത്തിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രകാശിക്കുവാൻ, നിങ്ങൾ ദൈവത്തിനു വേണ്ടി ശോഭിക്കുവാൻ ഉള്ള സമയം ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ കാര്യങ്ങളും പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് പ്രകാശം തരുന്നതാണ്. 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവന്റെ പ്രകാശത്തിൽ ഞങ്ങൾ അവന്റെ വികാസനത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ വികാസനം, അല്ലെങ്കിൽ ആ വചനത്തിന്റെ പ്രകാശത്തിലാണ് ഞങ്ങൾ ദൈവത്തിനു വേണ്ടി ശോഭിക്കുന്നത്. ഞാൻ വീണ്ടും പറയാം, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണ്. ഇരുട് മൂടിപ്പോയ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയെ ദൈവത്തിൻ്റെ വചനം പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിലും അതിനുശേഷം താഴോട്ട് വായിക്കുമ്പോൾ ഏത് മനുഷ്യനെയും അവനിൽ വെളിച്ചമുണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ വചനമായിരുന്നു, അവൻ വെളിച്ചമായിരുന്നു. എല്ലാ മനുഷ്യനെയും പ്രകാശിപ്പിക്കാനുള്ള സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഞാൻ വീണ്ടും ഉറപ്പായി പറയാം, നിങ്ങളുടെ അകത്തിരിക്കുന്ന വെളിച്ചം, ദൈവം നിങ്ങളിൽ തരുന്ന ആ ഇല്യൂമിനേഷൻ, ആ പ്രകാശനം ഒരിക്കലും ഇരുട്ടിൻ്റെ ശക്തികൾക്ക് മൂടാൻ കഴിയില്ല. അപവാദം കൊണ്ടോ, തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ടോ, അസൂയപ്പെട്ടുകൊണ്ടോ നിങ്ങൾക്കെതിരെ ആളുകൾ അപവാദങ്ങളുടെ പുകമറ സൃഷ്ടിച്ചാലും നിങ്ങളെ ആരും ശ്രദ്ധിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നന്മ വരരുത്, നിങ്ങളുടെ ഉയർച്ച ആരും അറിയണ്ട എന്നൊക്കെ ആരൊക്കെ മൂടുപടം, പല കാര്യങ്ങൾ കൊണ്ട് മൂടുപടം വിരിച്ചാലും ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. കുറച്ചു നാളത്തേക്കൊക്കെ മൂടപ്പെട്ട് കിടക്കും, പക്ഷെ ദൈവം പുറത്തു കൊണ്ടുവരും. മൂടുപടം നീങ്ങിയ മുഖത്ത് ക്രിസ്തുവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കും. യേശുവിനെ മുഖത്തേക്കാണോ നോക്കിയത്? അവൻ്റെ ദേഹത്തുനിന്ന്, അവൻ്റെ മുഖത്തുനിന്ന് തേജസ് ഇങ്ങോട്ട് അടിക്കും. ആ അടിക്കുന്ന തേജസ് എൻ്റെ ശരീരത്തിൽ നിന്ന് പ്രതിബിംബിക്കും. ആ തേജസ് പ്രതിബിംബിക്കും, അത് പ്രതിഫലിക്കും. ജീവന്റെ വചനം നിങ്ങൾ പ്രമാണിച്ചാൽ ലോകത്തിൽ നിങ്ങൾ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തെ ഇരുട്ടാക്കി കളഞ്ഞിട്ട് ഇനി ഒരു പ്രതീക്ഷയും വേണ്ടെന്ന് പറഞ്ഞ് നിന്റെ ജീവിതം ഇരുളിൽ തന്നെയായി, ഇതിനകത്ത് ഈ 4 ചുവരിനകത്ത് ഒതുങ്ങിയ ലൈഫാണ്.
ഈ ഇട്ടാവട്ടത്തിനപ്പുറത്തേക്ക് നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വചനം അയച്ച്, ദൈവത്തിൻ്റെ ശബ്ദം അയച്ച് അതൊരു വെളിച്ചമായി ആ ഇരുട്ട് കോട്ടകളിലേക്ക് ഇടിച്ചു കയറി ദൈവം അവരെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചെടുത്തിട്ട്, സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചെടുത്തിട്ട് ദൈവത്തിൻ്റെ പുത്രൻ്റെ സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. എന്താണെന്നറിയാമോ? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന് വേണ്ടി. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിച്ചെടുത്തത് തേജസ്വരൂപനായ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയാണ് ദൈവം ചെയ്തത്. എന്തിനു വേണ്ടിയാ? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലെ അവകാശമുണ്ട്. നിങ്ങൾക്ക് വെളിച്ചത്തിൻ്റെ ഒരു അവകാശമുണ്ട്, വെളിച്ചത്തിനകത്തൊരു അവകാശമുണ്ട്. അത് തരാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ പ്രകാശത്തെ മറയിടുവാൻ ഒരു ശക്തികളെയും ദൈവം അനുവദിക്കില്ല. ഹല്ലേലൂയ, ആമേൻ. ആ പ്രകാശം വെളിപ്പെട്ടിരിക്കും. ആമേൻ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പാടി സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ആ കാരാഗ്രഹം ഇടിഞ്ഞു വീണു. ദൈവം അയച്ച ഭൂകമ്പത്തിൽ അത് ഇടിഞ്ഞു വീണു. അവിടെ ഇടിഞ്ഞു വീഴുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു വെളിച്ചമൊന്നുമില്ല, അർദ്ധരാത്രി സമയമല്ലേ. പക്ഷേ കാരാഗ്രഹ പ്രമാണി നോക്കിയപ്പോൾ വെളിച്ചമില്ലാതിരിക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിൻ്റെ ദാസന്മാർ എഴുന്നേൽത്തൊരു വെളിച്ചം തോന്നി. വെളിച്ചം ചോദിച്ചുകൊണ്ട് കാരാഗ്രഹ പ്രമാണി അകത്ത് വന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആമേൻ. ഇരുളിലും പ്രകാശിക്കും കേട്ടോ, ഇരുളിലും അവർ പ്രകാശിക്കും. ഇന്ന് അനേക നരകതുല്യമായ ജീവിതം നയിക്കുന്ന, ശാപത്തിൻ്റെ കീഴിൽ കിടക്കുന്ന, ഇരുട്ട് ശക്തികൾ അടിമകളാക്കിയിരിക്കുന്ന എത്ര ഭവനങ്ങളെയും എത്ര യുവാക്കളെയുമാണ് സുവിശേഷവും സുവിശേഷകന്മാരും ചെന്ന് വിടുവിച്ച് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, പ്രതീക്ഷകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, പ്രത്യാശയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. യേശു അവൻ പ്രകാശമാണ്, അവൻ വെളിച്ചമാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കരുത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യോഹന്നാൻ 8:12 പറഞ്ഞിരിക്കുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ വസിക്കില്ല, അവൻ വെളിച്ചമായി തീരും, അനേകർക്ക് പ്രകാശമായി തീരും. യോഹന്നാൻ 12:46 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അവൻ വെളിച്ചമാണ്. ഹല്ലേലൂയ, അവൻ ആമേൻ നിങ്ങളുടെ ഇരുളിനെ പ്രകാശമാക്കി മാറ്റും. 18-ാം സങ്കീർത്തനം 28-ാം വാക്യം, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരം പ്രകാശമാക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ അന്ധകാരത്തെ പ്രകാശമാക്കട്ടെ. പ്രിയ കർത്താവേ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഭാവിയിലുള്ള ഇരുളുകൾ മാറിപ്പോകട്ടെ, അന്ധകാരം പ്രകാശമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവേ, ഇവർ ശോഭിക്കാൻ കഴിയാതെ വണ്ണം ഒതുക്കുന്ന ശക്തികൾ മാറിപ്പോകട്ടെ. ആമേൻ. കർത്താവേ, നിന്റെ മക്കളെ പുറത്തു കൊണ്ടുവരണമേ. ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ. ആ കുടുംബത്തിന്റെ ശാപങ്ങളെല്ലാം മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.